കോഴിക്കോട് ഫറൂഖ് കോളേജിനെതിരെ സംവിധായകൻ ജിയോ ബേബി ഫിലിം ക്ലബ്ബ് ഉദ്ഘാടനത്തിന് ക്ഷണിച്ച ശേഷം അറിയിക്കാതെ പരിപാടി റദ്ദാക്കി. പരിപാടി റദ്ദാക്കിയത് ഉദ്ഘാടകന്റെ പരാമർശങ്ങൾ കോളേജിന്റെ ധാർമ്മികതയ്ക്കെതിരായതിനാലെന്ന കോളേജിന്റെ വിശദീകരണം. നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജിയോ ബേബി പറഞ്ഞു. നമസ്കാരം, ഞാൻ ജിയോ ബേബി. എനിക്കുണ്ടായ ഒരു മോശം അനുഭവത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. അതായത് 5-ാം തീയതി ഡിസംബർ 5-ന് ഫാറൂഖ് കോളേജ് ഫിലിം ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സബ്റ്റിൽ പൊളിറ്റിക്സ് ഓഫ് പ്രസന്റ് ഡേ മലയാള സിനിമ എന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്നെ അവർ ക്ഷണിച്ചിരുന്നു. അതനുസരിച്ച് 5-ാം തീയതി ഞാൻ കോഴിക്കോട് എത്തി. രാവിലെ കോഴിക്കോട് എത്തിയതിനു ശേഷമാണ് ഞാൻ അറിയുന്നത് ഈ പരിപാടി അവർ ക്യാൻസൽ ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ടീച്ചറാണ് എന്നെ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞത്. അവർക്കും വളരെ വേദനയുണ്ടായി ഇങ്ങനെ മാറ്റിവെച്ചുകൊണ്ട്. അപ്പോൾ എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായൊരു കാരണം മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട് ഇത്രയും പോസ്റ്റർ വരെ റിലീസ് ചെയ്ത, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റർ റിലീസ് ചെയ്തൊരു പരിപാടി പെട്ടെന്ന് മാറ്റിവെക്കാനുള്ള കാരണം എന്താണെന്ന് ആർക്കും അറിയാത്തതുകൊണ്ട് ഞാൻ പ്രിൻസിപ്പലിന് ഇമെയിലിൽ ഒരു മെസ്സേജ് അയച്ചു, ഒരു മെയിൽ അയച്ചു. എന്താണ് എന്നെ മാറ്റി നിർത്താനുള്ള കാരണം, അല്ലെങ്കിൽ ഈ പരിപാടി ക്യാൻസൽ ചെയ്യാനുള്ള കാരണം. പ്രിൻസിപ്പലിന്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. അപ്പൊ അതിന് ഇന്നലെ അയച്ചു, അതിന് റിപ്ലൈ ഇല്ല. ഇന്നും ഇതുവരെയും റിപ്ലൈ ഇല്ല. ഇന്നിപ്പോൾ 6-ാം തീയതിയാണ്. അപ്പം അതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയ, അതായത് ഫാറൂഖ് കോളേജിലെ സ്റ്റുഡൻസ് യൂണിയന്റെ ഒരു കത്ത് എനിക്ക് ലഭിക്കുകയുണ്ടായി. ഫോർവേഡ് ചെയ്ത് എനിക്ക് കിട്ടിയതാണ്. ആ കത്തിൽ എഴുതിയിരിക്കുന്നത്, ഫാറൂഖ് കോളേജ് പ്രവർത്തിച്ചു വരുന്ന ഫിലിം ക്ലബിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നാളെ 5/12/2020 എത്തിച്ചേരുന്ന ഉദ്ഘാടകന്റെ പരാമർശങ്ങൾ കോളേജിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്കെതിരാണ്. ആയതിനാൽ പ്രസ്തുത പരിപാടിയുമായി ഫാറൂഖ് കോളേജ് വിദ്യാർത്ഥികളെ സഹകരിക്കുന്നതല്ല. അതായത് എന്റെ ധാർമ്മിക മൂല്യങ്ങളാണ് പ്രശ്നം എന്നാണ് ഈ സ്റ്റുഡൻസ് യൂണിയൻ പറയുന്നത്. ഇനിയിപ്പം മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് ആ പരിപാടി ക്യാൻസൽ ചെയ്തതെന്നും കൂടെ എനിക്ക് അറിയേണ്ടതുണ്ട്. ഇതിനുവേണ്ടി ഏകദേശം ഒരു ദിവസത്തോളം കോഴിക്കോട് വരെ വന്ന് തിരിച്ചു വരണമെങ്കിൽ എനിക്ക് ഒരു ദിവസം വേണം. അത്രയും യാത്ര ചെയ്തിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ അപമാനിതനായിട്ടുണ്ട്. അതിനൊക്കെ ഉത്തരം എനിക്ക് കിട്ടണം. അതേപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമപരമായ നടപടിയും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ വർഷയുണ്ട്. വർഷ, കോഴിക്കോട് ഫറൂഖ് കോളേജിനെതിരെയാണ് ഇപ്പോൾ സംവിധായകൻ ജിയോ ബേബി പറഞ്ഞത്. ഫിലിം ക്ലബ്ബ് ഉദ്ഘാടനത്തിന് ക്ഷണിച്ച ശേഷം അറിയിക്കാതെ തന്നെ പരിപാടി റദ്ദാക്കിയതായും അതോടൊപ്പം തന്നെ ഉദ്ഘാടനൻ്റെ പരാമർശങ്ങൾ കോളേജിൻ്റെ ധാർമ്മികതയ്ക്കെതിരായതിനാലെന്നാണ് കോളേജ് നൽകുന്ന വിശദീകരണം. നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് കേട്ടത്. എന്താണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? കോളേജുമായി ബന്ധപ്പെട്ട നിയമ നടപടിയുമായി മുൻപോട്ട് പോകാൻ തന്നെയാണ് സംവിധായകൻ ജിയോ ബേബി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലെ 5-ാം തീയതിയോടുകൂടിയാണ് കോഴിക്കോട് ഫറൂഖ് കോളേജിൽ ഒരു സെമിനാറുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുക്കാൻ ജിയോ ബേബി തീരുമാനിച്ചത്. പങ്കെടുക്കാൻ തീരുമാനിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹം കോളേജിൽ എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോവുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് പരിപാടി മാറ്റിവെച്ചു എന്നതടക്കമുള്ള വിവരങ്ങളായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. എന്നാൽ ഈ പരിപാടി മാറ്റിവെച്ച വിവരം കോളേജ് അധികൃതർ ഈ സംവിധായകന് നൽകിയില്ല എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സോഷ്യൽ മീഡിയയിൽ അടക്കം ഈ പരിപാടിയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിൽ പ്രൊമോഷനിൽ അടക്കം നൽകിയിരുന്നെങ്കിലും ഇപ്പോൾ ആ പരിപാടി പിൻവലിച്ചു എന്ന വിവരം അദ്ദേഹത്തെ അറിയിച്ചിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഈ പരിപാടി പിൻവലിച്ചത് തന്നെ മുൻപേ കൂട്ടി അറിയിക്കാതിരുന്നത് എന്ന് അദ്ദേഹം കോളേജ് അധികൃതരോട് ചോദിക്കുകയുണ്ടായി. എന്നാൽ അധികൃതർ അടക്കം കോളേജ് മാനേജ്മെന്റ് അടക്കം ഇതിന് കൃത്യമായ ഒരു മറുപടി നൽകിയിരുന്നില്ല.